ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ പച്ച ടൊമാറ്റോ ഇട്ടുള്ള ഒരു മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മീനാണ് ഞാൻ പീര വെക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്മെൽറ്റ്. നാട്ടിലത്തെ മുരശിൻ്റെ ഒരു ഷേപ്പും ടേസ്റ്റും ആണ് ഈ മീനിനും. പീര വെക്കാനായിട്ട് വളരെ പറ്റിയ ഒരു മീനാണിത്. മീൻ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയാണ് പീര വെക്കുന്നതെന്ന് കാണിച്ചു തരാം. മീൻ ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനി മീൻ കറി വെക്കാനുള്ള അരപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഈ ജാറില് ഞാനിപ്പം 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ ബാക്കി ഞാൻ അരച്ചെടുക്കുന്നത്. ഈ ജാറിലേക്ക് ഞാനൊരു 10 കാന്തകാരി ഇല്ലെന്ന് വരിൽ നിങ്ങൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്താലും മതി. ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തത്, ഒരു 5 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടിയിട്ട് ഇതൊന്ന് ചായച്ച് എടുക്കുകയാണ്. നന്നായിട്ട് അരയ്ക്കേണ്ട. ഞാൻ അരച്ചെടുക്കുന്ന പരുവം ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ 6 ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി സ്വല്പം വെള്ളം ഒഴിച്ച് വേണം ഇത് ചായച്ചെടുക്കാനായിട്ട്. 1/4 കപ്പ് വെള്ളം മാത്രമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ഈ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരക്കിയാലും ഇത് ചായക്കുക എന്ന് പറയും. ഇനി ഇത് ഞാൻ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇടുകയാണ്. ബാക്കി 1 കപ്പ് തേങ്ങയും കൂടെ ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതും മറ്റേതുപോലെ തന്നെ അരച്ചെടുക്കണം. മീൻ പീര വെക്കുമ്പോൾ ഉണക്കമുളക് ചേർക്കുന്നത് വളരെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ അരപ്പിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ്, പച്ച ടൊമാറ്റോ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ഇതൊരു 2 കപ്പോളം ഉണ്ട്, ഒരു 3-4 തണ്ട് കറിവേപ്പില. ഇത് നന്നായിട്ട് ഇളക്കണം. ഇത് കൈ കൊണ്ടോ അത് സ്പൂൺ കൊണ്ടോ ഇളക്കിയാൽ മതി. ഇപ്പം ഞാനിതിൽ മീൻ ഇടുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒരു പകുതി വെന്തതിന് ശേഷം മാത്രമേ ഞാൻ മീൻ ഇടുന്നുള്ളൂ. കാരണം മീനിന് അധികം വേവില്ല. കൂടുതൽ വേവിക്കുന്നത് നല്ലതല്ല. ഇതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാണ് വെക്കുന്നത്. ടൊമാറ്റോയ്ക്ക് പുളി കുറവായതുകൊണ്ട് സ്വല്പം കുടംപുളിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു 2-3 കഷ്ണം ചെറിയ ഈ പരുവത്തിലുള്ളതാണ് ചേർക്കുന്നത്. ഇനിയും ഇത് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീൻ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റോളമായി. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ തീയെ ഞാനൊരു സ്വല്പം കുറച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 3-4 മിനിറ്റും കൂടി വേവിച്ചതിൻ്റെ ശേഷമേ ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 പൗണ്ട് സ്മെൽറ്റ് ആണ്. ഇത് നന്നായിട്ട് ഇളക്കി. ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് ചിലർ വിചാരിക്കും മീൻ പൊടിഞ്ഞു പോകുമെന്ന്. പൊടിഞ്ഞു പോവുകയില്ല. പയ്യെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വേകാനുള്ള വെള്ളം മീനിൽ നിന്നും ഇറങ്ങിക്കോളും. മീനിട്ട് ഇളക്കി ഇതുപോലെ ഇങ്ങനെ ഒതുക്കി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്നും കൂടെ തുറന്ന് നോക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടോ, ഉപ്പുണ്ടോ, പുളിയുണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം. ഇതിന് ഇപ്പോൾ ആവശ്യത്തിന് പുളിയുണ്ട്. ഞാൻ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ തുറന്ന് നോക്കി. ഉപ്പ് വേണമെങ്കിൽ
ചേർക്കും. ഇത് മൂടി വെച്ച് വേവിക്കാം. മീൻ ഇട്ടതിന് ശേഷം ഇപ്പൊ 15 മിനിറ്റോളം അത് വെന്തു. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് സ്പൂണിട്ട് ഇളക്കാതെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇതിന് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 കഷ്ണം പുളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ സാധാരണ നന്നായിട്ട് എരിവും പുളിയും മീനിന് ചേർക്കുന്നതാണ്. നിങ്ങൾ എരിവും പുളിയും ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഇത് വെന്തിട്ടുണ്ട്. അതുപോലെ മീൻ വേകുന്ന സമയം മീനിൻ്റെ തിക്നെസ് അനുസരിച്ച് ഇച്ചിരി സ്വല്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 12-15 മിനിറ്റൊക്കെ മീൻ വേവിച്ചാൽ മതി. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. മീൻ പീര റെഡിയായി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.